മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുത്തൻ പുലരി കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. ഓരോ പുലരിയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഒരു ഉണർത്തുപാട്ടാണ്. നിദ്രയിലായിരുന്ന നമ്മെ, ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും ദൈവമായ കർത്താവ് ഈ പുലരിയിൽ വിളിച്ച് ഉണർത്തുകയാണ്. തൻ്റെ സ്നേഹം അനുഭവിക്കാൻ, തൻ്റെ പരിപാലനം ദർശിക്കാൻ, അവയെല്ലാം സന്തോഷത്തോടെ സൃഷ്ടാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് നമുക്കൊരു പുതിയ ദിനം കൽപ്പിച്ചു തരികയാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തെ, സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ പ്രാർത്ഥനയിൽ ദൈവമായ കർത്താവിലേക്ക് നമുക്ക് ഉയർത്താം. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും മഹത്വവും സമർപ്പിക്കാം. ഓരോ പ്രഭാതത്തിലും നമ്മൾ സൃഷ്ടാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി ആ ദിനത്തെ വിശുദ്ധീകരിക്കുമ്പോഴാണ് ഒരു ദിനം മുഴുവൻ അനുഗ്രഹമായി, വലിയ ദൈവസ്നേഹത്തിൻ്റെ അനുഭവമായി കണ്ടെത്താൻ നമുക്ക് സാധിക്കുക. വലിയ ബോധ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സുകളെല്ലാം പ്രാർത്ഥനയാൽ നമുക്ക് നിറയ്ക്കാം. പരിശുദ്ധ അമ്മയാണ് ഈ പ്രഭാത വിരുന്ന ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. തീർച്ചയായും അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ് ഈ ശുശ്രൂഷ ഓരോ പ്രഭാതത്തിലും വലിയ അനുഗ്രഹമായ അഭിഷേകമായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മയുടെ വിമല ഹൃദയത്തോട് എളിയ ശുശ്രൂഷയെ ഈ നിമിഷങ്ങൾ ടി വി സ്ക്രീനിൻ്റെ മുമ്പിലായിരുന്ന വചനം കേൾക്കുന്ന അനേകായിരങ്ങളെ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമത്തിലായിരിക്കുന്ന എല്ലാ പ്രേക്ഷിതരെയും പ്രത്യേകം സമർപ്പിച്ച് നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനം ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനങ്ങൾക്കായി നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ പ്രാർത്ഥനാപൂർവ്വം നമുക്കൊരുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോഴാണ്, പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുമ്പോഴാണ് വചനത്തെ ദാഹത്തോടെ കേൾക്കാനും സ്വീകരിക്കാനും ആ വചനത്തിനു വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാനും നമ്മൾ കഴിവുള്ളവരായി തീരുക. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപിയോട് നമുക്കൊന്ന് ചേർന്ന് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഓ പ്രിയ പരിശുദ്ധാത്മാവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്നങ്ങി ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ പരിശുദ്ധാത്മാവെ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ കേൾക്കാൻ പോകുന്ന ദൈവവചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്കും മനസ്സുകളിലേക്കും ആഴത്തിൽ പതിയുവാൻ, പരിശുദ്ധാത്മാവെ, ഞങ്ങൾ കേൾക്കുന്ന ഈ വചനങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതങ്ങളിൽ 60 100 മേനി ഫലങ്ങൾ പുറപ്പെടുവിച്ച് ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നീ ഞങ്ങളെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായ ലോക സമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാവുന്നതുപോലെ പാകിസ്ഥാനും ഇന്ത്യയും അതുപോലെ ലോകത്തിലെ മറ്റ് അനേക രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ പലപ്പോഴും അസ്വസ്ഥമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ലോകം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധത്തിലേക്ക് ലോകവും ലോകരാജ്യങ്ങളും കടന്നു വരാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മളായിരിക്കുമ്പോൾ സമാധാന രാജാവായ ഈശോയുടെ
വലിയ വാഗ്ദാനമായ സമാധാനം ലോകം മുഴുവനിലും പുലരുവാൻ വേണ്ടി പ്രത്യേക നിയോഗമായി ഈ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പുറപ്പാട് പുസ്തകത്തിൻ്റെ 23-ാം അധ്യായം 20 മുതലുള്ള വചനങ്ങളാണ് ഈ ദിനം നമ്മുടെ പ്രത്യേക വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കുമായ ദൈവമായ കർത്താവ് നമുക്ക് നൽകുക. പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചനങ്ങൾക്കായി കാതോർക്കാം. ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം. അവനെ പ്രകോപിപ്പിക്കരുത്. എൻ്റെ നാമം അവനിലുള്ളത് നിമിത്തം നിന്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല. അവൻ്റെ വാക്ക് കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും, നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും. എൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോയി നിന്നെ അമോര്യർ, ഹിത്യർ, പെരീസ്യർ, കാനാന്യർ, ഹിവ്യർ, ജബ്യൂസർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും. അപ്പോൾ ഞാൻ അവരെ നിശേഷം നശിപ്പിക്കും. നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത്. അവരുടെ ദേവന്മാരെ നശിപ്പിക്കുകയും ആരാധനാ സ്തംഭങ്ങൾ തകർക്കുകയും ചെയ്യണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ്സ് തരും. നീ ചെന്നെത്തും മുമ്പേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും. അവരിൽ സംഭ്രമം ജനിപ്പിക്കും. നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും. നിനക്ക് മുമ്പേ ഞാൻ കടന്നലുകളെ അയക്കും. അവ ഹിവ്യർ, കാനാന്യർ, ഹിത്യർ എന്നിവരെ നിന്റെ മുമ്പിൽ നിന്ന് തുരത്തും. എന്നാൽ ഒറ്റ വർഷം കൊണ്ട് അവരെ നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തുടച്ചു മാറ്റുകയില്ല. അങ്ങനെ ചെയ്താൽ നാട് വിജനമാകുകയും നിനക്ക് ഉപദ്രവകാരികളായ വന്യമൃഗങ്ങൾ പെരുകുകയും ചെയ്യും. നീ വർദ്ധിച്ച് നാട് കൈവശപ്പെടുത്തുന്നതിനനുസരിച്ച് അവരെ നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പുറന്തള്ളിക്കൊണ്ടിരിക്കും. നിന്റെ അതിർത്തികൾ ചെങ്കടൽ മുതൽ ഫിലിസ്തീയ കടൽ വരെയും മരുഭൂമി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുമായി ഞാൻ നിശ്ചയിക്കും. തീരദേശവാസികളെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നീ അവരെ നിന്റെ മുമ്പിൽ നിന്ന് തുരത്തണം. അവരോടോ അവരുടെ ദേവന്മാരോടോ നീ ഉടമ്പടി ചെയ്യരുത്. അവർ നിന്റെ നാട്ടിൽ വസിച്ചുകൂടാ. വസിച്ചാൽ എനിക്കെതിരായി പാപം ചെയ്യാൻ അവർ നിന്നെ പ്രേരിപ്പിക്കും. നീ അവരുടെ ദേവന്മാരെ ആരാധിച്ചാൽ അത് നിനക്കൊരു കെണിയായിരിക്കുകയും ചെയ്യും. യേശുവിൽ പ്രിയമുള്ളവരെ, പുറപ്പാട് പുസ്തകത്തിൻ്റെ 23-ാം അധ്യായത്തിൽ നിന്നാണ് നാം തിരുവചനങ്ങൾ ശ്രവിച്ചത്. ദൈവമായ കർത്താവ് തൻ്റെ പ്രിയ ജനമായ ഇസ്രായേലിന് നൽകുന്ന ഒരു വലിയ ദൈവികമായ ആഹ്വാനം, ഒരു ദൈവികമായ കൽപ്പനയാണ് നമ്മൾ കേട്ടത്. ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ദൈവമായ കർത്താവ് തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ കടുത്ത യാതന, അവിടെ നിലവിളി കേട്ട് അവിടെ യാതന കണ്ട് ദൈവം മോശയെ തിരഞ്ഞെടുത്തിട്ട് മോശയോട് പറയുകയാണ്, അല്ലയോ മോശ, നീ എൻ്റെ ജനമായ ഇസ്രായേലിനെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് വാഗ്ദത്ത ഭൂമിയിലേക്ക് നീ അവരെ നയിക്കണം. നിന്നെയാണ് ഞാൻ ആ വലിയ ദൗത്യം ഭരമേൽപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് കേട്ട മോശ ദൈവമായ കർത്താവിനോട് പറയുന്ന വാക്കുകൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോശ ദൈവമായ കർത്താവിനോട് പറഞ്ഞ്, ദൈവമായ കർത്താവെ, ഞാൻ കേവലം വിക്കനാണ്, എനിക്ക് കഴിവില്ല, എനിക്ക് പ്രസംഗ പാഠവുമില്ല. ഞാൻ എങ്ങനെയാണ് ഒരു രാജാവിനോട് പോയി ഇങ്ങനെയൊക്കെ പറയുക? അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരുമെങ്കിൽ മാത്രമേ ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കുകയുള്ളൂ. പ്രിയമുള്ളവർ, ആ നിമിഷം ദൈവമായ കർത്താവ് മോശയ്ക്ക് വലിയൊരു ഉറപ്പ് കൊടുക്കുകയാണ്. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, നീ ധൈര്യമായിരിക്കുക. ഇത് പറഞ്ഞിട്ടാണ് മോശയെ ദൈവമായ കർത്താവ് തൻ്റെ ദൗത്യത്തിന്
തെരഞ്ഞെടുത്ത് നിയോഗിച്ച് ഒരുക്കുക. ദൈവമായ കർത്താവ് മോശയോട് പറയുന്നുണ്ട്, നീ ഫറവോ രാജാവിനോട് പോയി എൻ്റെ ജനത്തെ വിട്ടയക്കാൻ ആവശ്യപ്പെടണമെന്ന് പറയുമ്പോൾ മോശ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദൈവമായ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, രാജാവിനോട് ഞാൻ പോയി എന്താ പറയേണ്ടത്, എനിക്കറിഞ്ഞുകൂടാ. ദൈവമായ കർത്താവ് ഒരു കുഞ്ഞിനെ എന്ന വണ്ണം മോശയെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, നീ ഫറവോ രാജാവിൻ്റെ അരികിൽ പോയി എൻ്റെ ജനമായ ഇസ്രായേലിനെ എന്നെ ആരാധിക്കാൻ വിട്ടുതരാൻ നീ ആവശ്യപ്പെടണം. പ്രിയമുള്ളവരെ, ദൈവം പറഞ്ഞ് പഠിപ്പിച്ചതനുസരിച്ചാണ് മോശ പോയി ഫറവോയോട് ഇസ്രായേൽ ജനത്തെ ദൈവത്തെ ആരാധിക്കാൻ വിട്ടുതരാനായിട്ട് ആവശ്യപ്പെടുക. പ്രിയമുള്ളവരെ, അങ്ങനെ 40 വത്സരങ്ങൾ നീണ്ട ഒരു യാത്ര വാഗ്ദാന ഭൂമിയിലേക്ക്, കാനാൻ നാട്ടിലേക്ക് ഇസ്രായേൽ നടത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ യാത്രക്കിടയിലാണ് ദൈവമായ കർത്താവ് ഇസ്രായേലിന് ഈ കൽപ്പന കൊടുക്കുക, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ഞാൻ ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. പലപ്പോഴും ഈ തിരുവചനങ്ങൾ നമ്മൾ എത്ര പേര് വിശ്വാസികൾ ആഴത്തിൽ ഗ്രഹിച്ചിട്ടുണ്ട്, ഇത് സ്വീകരിച്ചിട്ടുണ്ട് എന്നതിൽ എനിക്ക് ബലമായ സംശയമുണ്ട്. വർഷങ്ങൾ മുമ്പ് പാലക്കാട് രൂപതയിലെ അട്ടപ്പാടി എന്ന് പറയുന്ന ഒരു മലമ്പ്രദേശത്ത് ഒരു ഇടവകയിൽ 3 മാസക്കാലം ഒരു പ്രത്യേക നിയോഗവുമായി വികാരിയായി സേവനം ചെയ്യാൻ പോയത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഇടവകയിൽ ചെന്നു, ചാർജ് എടുത്തു. അങ്ങനെ ഇടവകയിൽ ചെന്നതിന് ശേഷം കുറച്ച് പേര് എന്നെ കാണാനും പരിചയപ്പെടാനൊക്കെ വന്നു. അവർ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അംഗങ്ങളായിരുന്നു. അവരെന്നോട് പറഞ്ഞു, അച്ഛാ, ചൊവ്വാഴ്ചകളിൽ നമ്മുടെ ഇടവകയിൽ ഒരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്, അപ്പോൾ അച്ഛൻ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ചൊവ്വാഴ്ച വരണം, ഞങ്ങൾക്ക് വചനം പങ്കുവെച്ച് തരണം, ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചത് ഞാൻ ഓർക്കുകയാണ്. അതിനെപ്പറ്റി ചൊവ്വാഴ്ച വന്നപ്പോൾ ഞാൻ അവരുടെ ഇടയിലേക്ക് കൂട്ടായ്മയിൽ കടന്നു ചെന്നു, അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം വചനം വിചിന്തനം നൽകി അവർക്ക്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിയാറായപ്പോൾ കൂട്ടായ്മയിലെ ചിലർ എന്നോട് പറഞ്ഞു, അച്ഛ, ഒരു കാര്യം ഞങ്ങൾക്ക് അച്ഛനോട് പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ്? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഈ വരുന്ന ഞായറാഴ്ച കുർബാന മധ്യേ അച്ഛൻ വചന സന്ദേശം കൊടുക്കുമ്പോൾ ഞായറാഴ്ച ആചരണത്തെക്കുറിച്ച്, സാബത്ത് ആചരണത്തെക്കുറിച്ച്, ഞായറാഴ്ച ദിവ്യബലി പങ്കെടുക്കേണ്ടതിനെക്കുറിച്ച് ആളുകളോട് ഒന്ന് ഗൗരവമായി അച്ഛൻ പറഞ്ഞു കൊടുക്കണം. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പോഴാണ് അവരെന്നോട് പറയുക, ഈ ഇടവകയിൽ ഞായറാഴ്ച ദിവ്യബലിക്ക് വരാതെ പണിക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് വചനം അറിഞ്ഞുകൂടാ, ഇതിൻ്റെ ഗൗരവം അറിയാത്തതുകൊണ്ടാണ് അവർ അങ്ങനെ പണിക്ക് പോകുന്നത്. അവിടെ അച്ഛനൊന്ന് പറഞ്ഞ് വിശദീകരിച്ച് നൽകിയാൽ അവരൊക്കെ പള്ളിയിൽ വരാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, ഇവരത് പറയുന്നത് കേട്ടപ്പോൾ എനിക്കും ശരിയാണെന്ന് തോന്നി. പിറ്റേ ഞായറാഴ്ച വന്നു. ദിവ്യബലി മധ്യേ ഞാൻ ഈ വചനം ഒക്കെ പറഞ്ഞ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ അവർക്ക് വിശദീകരിച്ച് പറഞ്ഞു. അങ്ങനെ പള്ളിയിലെ കുർബാന കഴിഞ്ഞ് പള്ളിമുറ്റത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ചർച്ചയായി. ചില പറഞ്ഞു, അച്ഛൻ എത്ര കർക്കശമായി ഞായറാഴ്ച പള്ളിയിൽ വരേണ്ടതിനെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? അപ്പോൾ മറ്റു ചിലർ പറഞ്ഞു, ഇത് അച്ഛന്മാർ വളരെ പണ്ടേ പറയേണ്ടതായിരുന്നു, ആളുകൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് അവർ ഞായറാഴ്ച കുർബാന ഉപേക്ഷിച്ച് പണിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടായി. അങ്ങനെ എല്ലാവരും പള്ളി കഴിഞ്ഞ് പിരിഞ്ഞ് വീടുകളിലേക്ക് പോയി. പക്ഷേ ചർച്ച അവസാനിച്ചില്ല. ചർച്ച തൊഴിലുറപ്പിലേക്കും അതുപോലെ ജംഗ്ഷനിലെ ചായക്കടയിലേക്കും കലങ്കിലേക്കും കവലയിലേക്കൊക്കെ ചർച്ച നീണ്ടു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോൾ 3-4 പേര് പണിയൊക്കെ കഴിഞ്ഞ് ജംഗ്ഷനിലെ ചായക്കടയിൽ ചായ കുടിക്കാൻ കയറിയിരിക്കുകയാണ്. അങ്ങനെ അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ തന്നെ ഒരു സുഹൃത്ത് പണിയൊക്കെ കഴിഞ്ഞ് അതേ ചായക്കടയിലേക്ക്, എല്ലാ ദിവസവും ഈ ചായക്കടയിലാണ് പണി കഴിഞ്ഞ് അവർ ഒത്തുകൂടുന്നത്, അവിടെ നാട്ടിൻപുറത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു കൂട്ടുകാരൻ ചായക്കടയിലേക്ക് കയറി വന്നു. അവൻ ചായ കുടിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഈ കൂട്ടുകാർ അടക്കം പറയുന്ന പോലെ പതുക്കെ അവൻ കേൾക്കാവുന്ന രീതിയിൽ പറഞ്ഞു, കഴിഞ്ഞ ഞായറാഴ്ച പുതിയ വികാരിയച്ഛൻ നിന്നെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അവൻ ചോദിച്ചു, അത്ഭുതത്തോടെ ചോദിച്ചു, എന്നെക്കുറിച്ചോ? ഞാൻ എന്ത് ചെയ്തു? അപ്പോഴാണ് ഇവർ പറഞ്ഞത്, നീ ഞായറാഴ്ച പള്ളിയിൽ വരാതെ പണിക്ക് പോകുന്ന ആളല്ലേ, അങ്ങനെയുള്ളവരെക്കുറിച്ചാണ് വികാരിയച്ഛൻ കഴിഞ്ഞ ഞായറാഴ്ച പ്രസംഗത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ട ആ മനുഷ്യൻ ആ ചായക്കടയിൽ ഇരുന്ന് തൻ്റെ കൂട്ടുകാരോട് ഇങ്ങനെ പറയാൻ ഇടവന്നു എന്നാണ് ചിലർ വന്ന് എന്നെ അറിയിച്ചത്. അവൻ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച മുതൽ ഞാൻ പണിക്ക് പോകാതെ ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോകാം, പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. കുർബാന കഴിയുമ്പോൾ വികാരിയച്ഛൻ എനിക്ക് ഒരു ദിവസത്തെ കൂലി തരേണ്ടി വരും. പ്രിയമുള്ളവരെ,
അതിനുശേഷം ഇത് കേട്ട അവൻ്റെ കൂട്ടുകാരിൽ തന്നെ പെട്ട ചിലർ വന്ന് എന്നോട് ഇങ്ങനെ ഒരാളൊരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞു കേൾക്കാൻ എനിക്ക് ഇടയായി. പിറ്റേ ഞായറാഴ്ച പ്രിയമുള്ളവരെ, ആ സഹോദരനെ പോലെയുള്ള പലരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ഞാൻ ഈ തിരുവചനം വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് അവർക്ക് നൽകിയത്. പ്രിയമുള്ളവരെ, പലപ്പോഴും ഞായറാഴ്ച പള്ളിയിൽ പോയാൽ, ഒരു ബലി അർപ്പിക്കാൻ ദേവാലയത്തിൽ പോയാൽ, അതല്ലെങ്കിൽ ഒരു കുടുംബ പ്രാർത്ഥന എൻ്റെ കുടുംബത്തിൽ നിഷ്ഠയോടെ ഞാൻ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, എന്ത് ഉപകാരം കിട്ടും, എനിക്ക് തച്ചുകാശ് ദൈവം തരുമോ, കൂലി പള്ളിയിൽ അച്ഛൻ തരുമോ എന്ന് ചോദിക്കുന്നവർ ഇല്ലാതില്ല. ദൈവത്തിൻ്റെ വചനം അറിയാത്തത് കൊണ്ടാണ് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാൻ ഇടവരുന്നുണ്ടെങ്കിൽ പറഞ്ഞു പോകുന്നത്. പ്രിയമുള്ളവർ, ദൈവത്തിൻ്റെ വചനം എന്താണ് നമ്മോട് പറയുക? നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ നിങ്ങളുടെ ഭക്ഷണ പാനീയങ്ങൾ ഞാൻ ആശീർവദിക്കും. വചനത്തിൻ്റെ പ്രസക്തിയും അർത്ഥവും പ്രിയമുള്ളവർ, ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം, നമ്മൾ ചന്തയിൽ നിന്ന്, കടകളിൽ നിന്ന് മേടിക്കുന്ന സകല ഭക്ഷ്യവസ്തുക്കളിലും ഒരു നല്ല ശതമാനം വിഷാംശങ്ങളുണ്ട്. പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലൊക്കെ ഒരുപാട് വിഷാംശങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളിത് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഒരു മേശയ്ക്ക് ചുറ്റിയിരുന്ന് കഴിക്കുമ്പോൾ ഇതിലൊക്കെയുള്ള വിഷാംശങ്ങൾ നമുക്ക് മാരകമായ രോഗങ്ങൾക്ക് കാരണമായി തീരും. കർത്താവ് പറയുകയാണ്, എന്നെ വിലമതിച്ച് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണോ, വിശ്വാസിയാണോ നീ, എന്നെ വിലമതിച്ച് ആരാധിക്കുന്ന ഒരു കുടുംബമാണോ നീ, എങ്കിൽ നിങ്ങൾ കഴിക്കുന്ന സകല ഭക്ഷണപാനീയങ്ങളും സ്വർഗത്തിൻ്റെ ഉയരത്തിൽ നിന്ന് ഞാൻ ആശീർവദിക്കും. ഒന്നും നിനക്ക് ഒരു ഉപദ്രവവും വരുത്താൻ ഞാൻ അനുവദിക്കില്ല. രണ്ടാമത് കർത്താവ് പറയുകയാണ്, നീ ദൈവമായ കർത്താവിനെ ആരാധിച്ച നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഇന്ന് ഓരോ വീടുകളിലും ഒരു വീടിന് ഒരു ക്യാൻസർ രോഗി എന്ന മട്ടിൽ സ്ഥിതികൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ചിലർ പറയും, അച്ഛാ 10 ദിവസം ആശുപത്രി കിടന്നു, 4 ലക്ഷം രൂപ ബില്ലടച്ചിട്ടാണ് പുറത്തു വന്നത്. പ്രിയമുള്ളവരെ, ഒരു നിസ്സാര രോഗം വന്നാൽ ഇന്നത് എത്രമാത്രം പണച്ചെലവിലേക്ക് നമ്മെ നയിക്കുമെന്ന് പറയാതെ നമുക്കെല്ലാവർക്കും അറിയാം. കർത്താവ് പറയുകയാണ്, നീ ദൈവത്തെ വിലമതിച്ച് ആരാധിച്ചാൽ നിൻ്റെ കുടുംബത്തിൽ നിന്ന്, നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഇവിടെ ദൈവമായ കർത്താവ് പറയുകയാണ്, നീ എന്നെ ആരാധിച്ചാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് വന്ധ്യതയും ഗർഭഛിദ്രവും ഞാൻ നീക്കിക്കളയും. പ്രിയമുള്ളവരെ, പലപ്പോഴും ചില അമ്മമാർ മരുമക്കളെയും കൊണ്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ട് വരാറുണ്ട്. വരുമ്പോൾ ചോദിക്കുക, എന്തേ വിശേഷം? അപ്പോൾ അവർ പറയും, അച്ഛാ 4 പ്രാവശ്യം വിശേഷം ഉണ്ടായി, 4ഉം പോയി. അടുത്തതെങ്കിലും ഒന്ന് വാണ് കിട്ടണം, അടുത്തൊരു കുഞ്ഞിനെങ്കിലും കിട്ടണം, അച്ഛനൊന്ന് പ്രാർത്ഥിക്ക്, ഇവർക്ക് ഒന്ന് അനുഗ്രഹിക്ക് എന്ന് പറയുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും ദൈവത്തിൻ്റെ ഈ വലിയ സ്നേഹം, ദൈവത്തെ വിലമതിച്ച് ആരാധിക്കുന്ന ഒരു വിശ്വാസിയെ, തൻ്റെ ഒരു മകനെ, മകളെ, ഒരു കുടുംബത്തെ, ഒരു സമൂഹത്തെ ദൈവം എത്ര വലുതായി പരിഗണിക്കും, എത്ര വലുതായി തന്നോട് ചേർത്ത് പിടിക്കും, എത്ര വലിയ സംരക്ഷണം ദൈവം അവർക്ക് നൽകുമെന്ന് വചനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അവിടെ പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കുന്നവനുള്ള കൂലി അത് ഈ ലോകത്തിലൊരു മനുഷ്യനല്ല തരിക, ദൈവമായ കർത്താവ് തന്നെയാണ്. ഈ വലിയ ബോധ്യത്തോടെ ദൈവത്തെ ആരാധിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഓരോ ദിനവും ദേവാലയത്തിൽ അർപ്പിക്കുന്ന ആ ബലിയോട് ചേർത്ത് നമ്മെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ അധ്വാനങ്ങളെ, നമ്മുടെ മക്കളെ സർവ്വവും പരമേൽപ്പിച്ച് ദൈവത്തെ ആരാധിച്ചാൽ കർത്താവിൻ്റെ ഒരു സാബത്ത് ദിനം വളരെ ഗൗരവമായി കണ്ട് ആ സാബത്ത് ദിനം അത് കർത്താവിൻ്റെ പരിശുദ്ധ ദിനമാണ് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിച്ചാൽ പ്രിയമുള്ളവരെ, വിലയിടാനാകാത്ത പ്രതിഫലം ദൈവമായ കർത്താവ് നാം ഏവർക്കും നൽകും. ഈ വലിയ ബോധ്യത്തോടെ ദൈവത്തെ ആരാധിക്കാനും കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവമേ ഞങ്ങൾക്ക് കൃപ, അനുഗ്രഹം നൽകണമേ എന്ന് ഈ പ്രഭാതത്തിൽ നല്ല തീരുമാനങ്ങളെടുത്ത് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മെയും നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് അവിടുത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവ്, ഈ ജീവിതവും അതിലുള്ള സർവ്വതും നിൻ്റെ ദാനമാണ്, നിൻ്റെ സ്നേഹമാണ്,
നിൻ്റെ കരുണയാണെന്ന് തിരിച്ചറിയുന്നു. കർത്താവ്, ഏതെങ്കിലും നിമിഷങ്ങളിൽ അന്ധതയ്ക്ക് അടിമപ്പെട്ട് ഞങ്ങളുടെ കഴിവാണ്, നേട്ടമാണ്, ഞാൻ നേടിയതാണ്, എൻ്റെ അധ്വാന ഫലമാണെന്നൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, അതിനെല്ലാം മാപ്പ് ചോദിച്ച് അങ്ങേ മക്കളായി ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവെ, ജീവനോളം വില നൽകി ഞങ്ങൾക്ക് വേണ്ടി ഓരോ ബലിയിലും വീണ്ടും വീണ്ടും തന്നെ ബലിയായി സമർപ്പിക്കുന്ന അങ്ങേ സ്നേഹത്തെ, അങ്ങയുടെ കാരുണ്യത്തെ തിരിച്ചറിഞ്ഞ് കർത്താവ്, നീ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്ന ഓരോ ബലിയിലും കർത്താവ് സന്തോഷത്തോടെ കടന്നു വന്ന് ദൈവമായി അങ്ങേ ആരാധിക്കാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ അധ്വാനങ്ങളെ, പരിശ്രമങ്ങളെല്ലാം അനുദിന ബലിയോട് ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞ ദൈവത്തിൻ്റെ പ്രിയ മക്കളായി മാറുവാൻ ഈശോയെ, ഞങ്ങളെ നീ കൃപ കൊണ്ട്, ബോധ്യങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ വലിയ കരുണയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ നിരന്തരം ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അരികിൽ വരാൻ സാധ്യമല്ലെന്ന ഈശോയുടെ വാക്കുകളെ തിരിച്ചറിഞ്ഞ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാൻ്റെ ആലയത്തിലേക്ക്, കർത്താവിൻ്റെ ബലിമേശയുടെ സമീപത്തേക്ക്, കർത്താവിൻ്റെ അൾത്താരയ്ക്ക് മുന്നിലേക്ക് നിരന്തരം കടന്നു വരുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ ആ ബലിമേശയിൽ സമർപ്പിച്ച് ഈ ലോക ജീവിതത്തെ അനുഗ്രഹമാക്കുവാൻ പരിശുദ്ധാത്മാവെ, നീ നിരന്തരം ഞങ്ങളെ തിരുബലിയിലേക്ക് ആകർഷിച്ച് ഞങ്ങളെ ആനയിക്കണമേ. അമ്മ ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തോട് അമ്മയുടെ മക്കളായി ഞങ്ങൾ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കുന്നു. ഈശോയെ ഹൃദയത്തിലും ഉദരത്തിലും സമ്മതിച്ച അമ്മേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഈശോയുടെ സമാഹകരാകുവാൻ, ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം നൽകണമേ. സ്വർഗത്തിലായിരിക്കുന്ന സകല വിശുദ്ധരെ ജീവിത വഴികളിലെന്നും നിങ്ങളെപ്പോലെ വചനത്തോട്, ദൈവദുരിഹിതത്തോട് വിശ്വസ്തനായി ജീവിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാകമാരെ, ദൂതഗണങ്ങളെ ജീവിത വഴികളിൽ എപ്പോഴും ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങളെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലും കാരുണ്യത്തിലും നിങ്ങൾ കാത്തു പരിപാലിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിലെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകമെമ്പാടുമായിരുന്ന TV സ്ക്രീനിന് മുമ്പിലായിരുന്ന വചനം കേട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആയിരങ്ങളെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക്, അവിടുത്തെ പരിശുദ്ധ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കത്തോലിക്ക തിരുസഭയോട്, തിരുസഭയെ കാലഘട്ടത്തിൽ മനോഹരമായി നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന പരിശുദ്ധ ലിയോ പാപ്പയോട് ചേർന്ന് നമുക്ക് എല്ലാ കർദിനാൾമാരോടും മെത്രാന്മാരോടും വിശ്വാസി സമൂഹങ്ങളോട് ചേർന്ന് ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ നമ്മുടെ നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ ദൈവമായ കർത്താവിലേക്ക് നമുക്ക് ഉയർത്താം. സ്വർഗം നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്ന അനുഗ്രഹ നിമിഷങ്ങളാണിത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ യുദ്ധങ്ങളിലും അതുപോലെ പ്രകൃതി ദുരന്തങ്ങളിലും ക്രിസ്തീയ പീഡനങ്ങളിലും മർദ്ദനങ്ങളിലും നീതി നിഷേധങ്ങളിലൊക്കെ വളരെ വേദനയോടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ പ്രിയ മക്കളെയും പ്രാർത്ഥനയിൽ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ഒരു മനസ്സോടെ കർത്താവിൻ്റെ കൃപയ്ക്കും അനുഗ്രഹത്തിനു വേണ്ടി ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് TVയുടെ ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനങ്ങൾക്ക്, നിങ്ങളെ വിലയേറിയ പ്രാർത്ഥനകൾക്ക് യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും നന്ദി പറയുകയാണ്. ഓരോ പ്രഭാതത്തിലും വലിയ അഭിഷേകമായ അനുഗ്രഹമായി ശുശ്രൂഷ മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളേവരുടെയും പ്രാർത്ഥനയാണ്. തീർച്ചയായും ഇനി തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ ശുശ്രൂഷയെ ഓർക്കണമെന്ന്, നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിൽ ഈ ശുശ്രൂഷയെ സമർപ്പിക്കണമെന്ന്, നിങ്ങൾ ചൊല്ലുന്ന ജപമാലകളിലും നൊവേന പ്രാർത്ഥനകളിലുമെല്ലാം ഈ ശുശ്രൂഷയെ പ്രത്യേകം സമർപ്പിക്കണമേ എന്ന് ഈശോയുടെ നാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും മരിയൻ കൂടാരങ്ങളിൽ പ്രേക്ഷിതമൊക്കെ രാപകൽ നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ, ആവശ്യങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നല്ലവനായ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ കരുണയും കൃപയും മഹത്വം എല്ലാം വെളിപ്പെടുത്തി തരട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളേവർക്കും നല്ലൊരു സുദിനം നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ.